റജി, ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പല രാഷ്ട്രീയ ആരോപണങ്ങളും നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നോക്കൂ, ഇപ്പോൾ മുമ്പ് പറഞ്ഞത് താങ്കളും പറഞ്ഞു ഈ ചർച്ചയിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് കടകംപള്ളിയെ ചോദ്യം ചെയ്യരുത് എന്ന നിലയിൽ ഇടപെടലുകൾ നടന്നു എന്ന് വെച്ചാൽ സ്വാഭാവികമായി അത്തരം ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന ഒരു ആക്ഷേപം നിൽക്കുന്ന പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഹൈക്കോടതി, അതിൻ്റെ രണ്ടംഗ ബെഞ്ച്, ആ രണ്ടംഗ ബെഞ്ചിലേക്ക് ഓരോ ആഴ്ചയും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സീൽഡ് കവറിൽ പോവുകയാണ്. ആ കോടതി സ്വാഭാവികമായും ചോദിക്കില്ലേ? ആ കോടതി എല്ലാ ഘട്ടത്തിലും വളരെ കൃത്യമായി ആ അന്വേഷണത്തെ ശരിവെച്ച് മുന്നോട്ട് പോകാനുള്ള അനുമതിയില്ലേ കൊടുത്തത്? അതിൽ നിന്ന് തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കേവല രാഷ്ട്രീയ ആരോപണത്തിനപ്പുറത്തേക്ക് ഒരു കഴമ്പും ഈ പറഞ്ഞതിലൊന്നുമില്ല എന്നല്ലേ ആളുകൾ മനസ്സിലാക്കുക. കാരണം ഇല്ലെങ്കിൽ കോടതി ചോദിക്കില്ലേ? കോടതി ചോദിച്ചോ? മാത്രവുമല്ല, അന്വേഷണത്തിൻ്റെ കാലാവധി നീട്ടണം. കോടതി പറഞ്ഞത് 1 മാസത്തിനകം പൂർത്തിയാക്കണം. അന്വേഷണം നന്നായി പോകുന്നത് കൊണ്ട് അവർ ചോദിച്ചു അന്വേഷണം നീട്ടിത്തരണം, സമയം നീട്ടിത്തരണം. കോടതി നീട്ടിക്കൊടുത്തു. അന്വേഷണ സംഘത്തെ വിപുലീകരിക്കണം, നീട്ടിക്കൊടുത്തു. വിശ്വാസമില്ലാത്തൊരു സംഘത്തോട് കോടതി ഇത് ചെയ്യുമോ? അപ്പോൾ നിങ്ങൾ പറയുന്ന സമൂഹത്തിന് മുമ്പാകെ വെക്കുന്ന ആക്ഷേപങ്ങൾക്ക് അത്രയേ വിലയുള്ളൂ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ശ്രീ ശരത്ത്, അങ്ങേക്ക് അറിയാത്തത് കൊണ്ടാണ് ഇത് പറയാത്തത് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങേക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം 20/12 അതായത് ഈ 10 ദിവസത്തിന് മുമ്പ് കേരള ഹൈക്കോടതിയുടെ ബെഞ്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ അതേപടി വായിക്കാം. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ SIT അന്വേഷണം സ്തംഭനാവസ്ഥയിലേക്കാണെന്ന് കരുതുന്നു. വൻ തോക്കുകളുടെ പങ്കും വമ്പൻ ഗൂഢാലോചനയും അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടും അത് ചെയ്തില്ല. ഇത് സംശയമുളവാക്കുന്നു. ഞാനല്ല പറഞ്ഞത്. റജി, ഏത് കേസിലാണത്? ഇത് ആ ജാമ്യത്തിന്റെ കേസിലാണ് പറഞ്ഞത്. ഏതാണ് ജാമ്യത്തിന്റെ? അതെ, ഞാൻ പറഞ്ഞത് അന്വേഷണത്തിന്റെ പുരോഗതി സീൽഡ് കവറിൽ ആ കോടതി ഏതാണ്? ഈ ജാമ്യത്തിന്റെ ഉത്തരവ് വന്ന കോടതി അല്ല, അങ്ങനെ പോകരുത്. ജാമ്യം കേട്ട കോടതി ഏതാണ്? താങ്കൾ അത്രയും വായിച്ചതുകൊണ്ട് അതിന്റെ മേളിൽ ഉണ്ടാവുമല്ലോ. അല്ല റജി, എനിക്കൊന്ന് പറഞ്ഞതാ, എനിക്കറിയാത്തോണ്ടാണ്. ഇത് എന്റെ വാക്കല്ല. ശബരിമല അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഹൈക്കോടതി, അതെ, ഹൈക്കോടതിയുടെ ഏത് കോടതി? ഹൈക്കോടതിയിൽ ഒരുപാട് ബെഞ്ചുകളുണ്ട്. ഏത് കോടതി? വൻ തോക്കുകളുടെ പങ്കും വമ്പൻ ഗൂഢാലോചനയും അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ചു. കോടതി അത് ചെയ്തില്ല എന്ന് കേരള ഹൈക്കോടതിയാണ് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇത് പൊതു സമ്മതിച്ചു, എനിക്ക് തർക്കമില്ലെന്നേ. കോടതി പറഞ്ഞു, വാർത്തയായിരുന്നു. ഏത് കോടതി? ഹൈക്കോടതിയുടെ ഏത് ബെഞ്ച്? അതല്ല ഇതിന്റെ പ്രസക്തി. ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിലെ ജനങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നതിന്റെ കാരണം അതിനു മുമ്പ് ഇതായിരുന്നു. റജി, ഈ കേസ് പരിശോധിക്കുന്ന ദേവസ്വം ബെഞ്ച് അഥവാ രണ്ടംഗ ബെഞ്ചിൻ്റെതാണോ ഈ ജഡ്ജ്മെന്റ്? അല്ല. ഓക്കെ.